കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അനേകം പേർ ലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ, കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചുകടിനെ കേട് നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവെ, മഹോരോഗ്യസ്യപ്പെടുത്തിയവനെ, കർത്താവെ, തറവാൻ രോഗ്യസ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. 35 വർഷം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തി കർത്താവെ നീ അനുസ്മരിക്കണമേ കർത്താവെ. കർത്താവെ, ശതകോടി ജപമാലകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈശോയെ. 1987 മുതൽ 2020 വരെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ജപമാലയുടെ ശതകോടി ജപമാലയുടെ ശക്തിയാണ്. ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പലർക്കും അച്ഛനോട് പറയാൻ, അങ്ങോട് പറയാൻ പറ്റിയിട്ട് ലൈൻ കിട്ടിയില്ല. പലർക്കും ഞാൻ സംസാരിക്കുന്നത് ചിലർക്ക് കേട്ടില്ല, അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവെ ഇപ്പം ലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ തളിക്കണമേ ഈശോയെ. ഈ ശുശ്രൂഷ കർത്താവെ എപ്പോഴെല്ലാം ആരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേട്ട് പ്രാർത്ഥിക്കുന്നു, അപ്പോഴെല്ലാം കർത്താവ് അടിപ്പിണർ പോലെ വൈതാഖാലം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവശ്യക്കെട്ടിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ കർത്താവ് പ്രാർത്ഥിച്ചിരുന്ന കർത്താവെ, ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കുന്ന സമയത്ത് അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ അവർ വിശ്വാസപ്രവണം ചെല്ലേണ്ടതാണ് കർത്താവെ. ഉദര രോഗികൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ്, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ കർത്താവെ അവർ അണ്ടാശയത്തെ സ്പർശിക്കണ കർത്താവെ, അവർ അംബ്ലിക്കൽ കോഡിനെ സ്പർശിക്കുന്ന കർത്താവെ. യേശുവെ, അവരുടെ ബുദ്ധരാശയത്തെ സ്പർശിക്കണ കർത്താവ്. കർത്താവെ, അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണ പ്രാർത്ഥിക്കുന്ന പല തവണകൾ കർത്താവ് അപോഷണം വന്ന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ കർത്താവെ, ആ എല്ലാ ഗർഭപാത്രങ്ങളെയും യേശുവെ വിശുദ്ധമായ രക്തത്താൽ അങ്ങിപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുറക്കപ്പെട്ടേ എന്ന് ചെയ്ത് കർത്താവെ, ചെവി തുറന്ന പോലെ തന്നെ കർത്താവെ എല്ലാ ചെവികളെയും സ്പർശിക്കുന്ന കർത്താവെ. കർത്താവെ, കണ്ണിനുകളെ സ്പർശിക്കുന്ന കർത്താവെ. മാറാത്ത തലവേദന കർത്താവെ, നിൽക്കാത്ത രക്തസ്രാവങ്ങൾ കർത്താവെ, നിൽക്കാത്ത രക്തപ്പഴുപ്പ് കർത്താവെ, ഓരോ ചെവിയിൽ നിന്ന് വരുന്നവർ കർത്താവെ ഈശോ സ്പർശിക്കുന്ന കർത്താവെ. അസ്ഥി രോഗങ്ങൾ കർത്താവെ, അസ്ഥി ഉരുക്കത്തെ രോഗങ്ങളെ സ്പർശിക്കുന്ന കർത്താവെ, ഗർഭാശയ രോഗങ്ങളെ സ്പർശിക്കുന്ന കർത്താവെ. ഈശോ എല്ലാ മക്കളെ കർത്താവ്, നടുവേദനക്കാരെ, കിഡ്നി രോഗികളെയൊക്കെ സ്പർശിക്കുന്ന കർത്താവ്, കരൾ രോഗികളെ സ്പർശിക്കുന്ന കർത്താവ്, ഫാറ്റി ലിവറുള്ളവരെ സ്പർശിക്കുന്ന കർത്താവ്, കരളിന് വേദന ഉള്ളവരെ കർത്താവെ അങ്ങ് വിശുദ്ധമായ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. അങ്ങയുടെ തണ്ടലിന് വേദനയുള്ളവർ, നടുവിലിന് വേദനയുള്ളവർ, കശയിൽ അകന്നിരിക്കുന്നവർ, നടുവിലിന് അകന്നിരിക്കുന്നവർ കർത്താവെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, കിടപ്പ് രോഗികൾ കർത്താവെ, നടക്കാൻ പറ്റാത്തവർ കർത്താവെ, ഒരു പണിയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ, ജോലി നഷ്ടപ്പെട്ട കർത്താവെ, ജോലി അന്വേഷിക്കുന്ന കർത്താവ്, പിരിച്ചുവിടേണ്ട ഭീഷണി അനുഭവിക്കുന്ന കർത്താവ്, ഓരോ മകനും കർത്താവ് വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന കർത്താവ്, PR വേണ്ടി ശ്രമിക്കുന്ന കർത്താവ്, OIT പരീക്ഷകൾ, അതുപോലെ മത്സര പരീക്ഷകൾ, IELTS പരീക്ഷകൾ, ഹാദ് പരീക്ഷകൾ കർത്താവ്, MOH പരീക്ഷകൾ, അങ്ങനെ എല്ലാ മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണച്ചൊരിയുടെ കർത്താവ്, ടെക്നിക്കൽ ട്രബിൾസ് ഉള്ളവർ, സർട്ടിഫിക്കറ്റിന് തടസ്സങ്ങളുള്ളവർ, സാങ്കേതിക ദുരിതങ്ങളുള്ളവർ, പരീക്ഷ കർത്താവ്, പഠനത്തിന് മേൽഗതിക്ക് വേണ്ടി കർത്താവ്, ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്നവർ, അത് ലഭിക്കാത്തൊരു കർത്താവെ, പലതരത്തിൽ ജോലിയില്ലാത്തൊരു, വീടില്ലാത്തൊരു, ഈശോ കർത്താവെ, സ്ഥലമില്ലാത്തൊരു കർത്താവെ, അങ്ങനെ ഓരോരോ വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ, ജീവിത പങ്കാളി അകം താമസിക്കുന്നവരും, വഴക്കുള്ളവരും, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തൊരു മക്കള് കർത്താവ്, വഴിപിഴച്ചു പോയവർ, തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയവർ, പലതരത്തിൽ വിഷമങ്ങൾ കർത്താവ്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, പ്രാർത്ഥന നടക്കാത്തവർ, പ്രാർത്ഥനയ്ക്ക് തോന്നാത്തവർ, അങ്ങനെ വ്യത്യസ്തമായ ആധ്യാത്മികമായ സാഹിത്യങ്ങൾ ജീവിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണച്ചൊരിയുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മേഘസ്തംഭത്തിലൂടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് നൽകിയ അതേ സാന്നിധ്യം കർത്താവ് ഇപ്പോഴും പ്രാർത്ഥനയുടെ കർത്താവ് അങ്ങ് മക്കൾക്ക് നൽകുന്ന പ്രാർത്ഥന. അമ്മയെ, പരിശുദ്ധമ്മേ, കാരണം അതിലെ കല്യാണ കുടുംബ കടന്നുകൊണ്ട് ആ കുടുംബം സന്ധിച്ചതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ലൈനിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുമെന്നുള്ള കർത്താവ്, പരിശുദ്ധാത്മാവിന് അതേ ശക്തിയാൽ പരിശുദ്ധ അമ്മ വരാനിരിക്കുന്ന ആപത്തുകളെ അനുസ്മരിച്ചുകൊണ്ട്, അപമാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച പോലെ ഓരോരോ ഇല്ലായ്മകളും വല്ലായ്മകളുള്ള ഓരോ കുടുംബ
കുടുംബത്തിന് വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഈശോ മുൾക്കിട ചൂടിയവനെ, തലവേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ അവിടെ ശിരസിനെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. തിരുവിലാലും മുറിവേറ്റവനെ, ശ്വാസകോശ രോഗികളെ കർത്താവ്, നെഞ്ചിന് കഫത്തടസ്സമുള്ളവരെ കർത്താവ്, ശ്വാസകോശം ലഭിക്കാതെ കർത്താവ്, പൾസ് കുറഞ്ഞുള്ളവർ, പല അൾസർ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ കർത്താവ് സ്പർശിക്കണമേ. കരരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാതരോഗികൾ കർത്താവ്, ഓരോരോ തരത്തിൽ കർത്താവ്, പിരിച്ച് വന്നിട്ട് നീണ്ട ദിവസങ്ങൾ നീണ്ടുപോകുന്നവരെ, കഠോരമായ വേദന അനുഭവിക്കുന്ന കർത്താവ്, പിരിച്ച് വരാത്തൊരു കർത്താവ്, അണ്ടാഗമം ഇല്ലാത്തൊരു കർത്താവ്, എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഷണ്ടത്വം അനുഭവിക്കുന്ന അനന്തര തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുടെ മേലെ കർത്താവ് രക്തം കല്ലിന്റെ പ്രാസന്ധം ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുന്ന ചില കർത്താവിന്റെ ശക്തിയാൽ പാത്രങ്ങളെ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, മരണഭീതിയുള്ളൊരു കർത്താവ്, മരിക്കുമോ മരിച്ചു പോകുമോ, രോഗം വരുമോ കിടന്നു പോകുമോ, ആരും നോക്കാനുണ്ടാകത്തില്ല, തിരക്കാനുണ്ടാകത്തില്ലല്ലോ, സാമ്പത്തികം തകർന്നു പോകുമോ, സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമോ, എങ്ങനെ ജീവിക്കുമെന്നറിയാതെ പലതര കാര്യത്തിലെ ആദികൾ ഭീതികൾ അനുഭവിക്കുന്നവരെല്ലാം കർത്താവിന്റെ അവിടെ ഹൃദയങ്ങളിലെല്ലാം കർത്താവിനെ ശക്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പിൻകടത്തെ സ്പർശിക്കണമേ, സ്പൊണ്ടിലോസിനെ സ്പർശിക്കണമേ. മറാത്ത് നിർത്താത്ത തലവേദനയുള്ളവർ, ഉറക്കമില്ലാത്തൊരു കർത്താവ്, ഭ്രാന്തനെപ്പോലെ ഭ്രാന്തിയെപ്പോലെ നടക്കുന്നൊരു കർത്താവ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ, ജീവിതം എവിടെയും തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാൻ പറ്റാതെ, പലതരത്തിലുള്ള വൈരാഗ്യങ്ങളെ, ശത്രുക്കളെ, ശത്രുദോഷങ്ങളെ, പലതരത്തിലുള്ള പക അനുഭവിക്കുന്ന കർത്താവ്, വൈരാഗ്യം അനുഭവിക്കുന്നവർ, ഭീഷണി അനുഭവിക്കുന്നവർ, ജോലി കർത്താവ് തേടി അലയുന്ന ഒരു കർത്താവ്, ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കർത്താവ്, ജോലി പിരിച്ചുവിടപ്പെട്ട ഒരു കർത്താവ്, ജോലി അന്വേഷിക്കുന്നവർ, കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിന് പറ്റാത്തവർ, ഒരുമിച്ച് താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരെല്ലാം സ്പർശിക്കണമേ. വ്യത്യസ്തമായ രോഗങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ആ മരുന്നുകൾ ഭരിക്കാത്തവർ, ആ മരുന്നുകൾ ഭരിച്ചിട്ട് വേണ്ടത്ര സൗഖ്യം ലഭിക്കാത്തവർ എല്ലാം കർത്താവ് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ കഴിക്കുന്ന മരുന്ന്, ഭക്ഷണം കർത്താവ്, ഗർഭാശയമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, മക്കളില്ലാത്ത കർത്താവ്, ഈ ഒരു ആശുപത്രി കഴിയുന്നവരെ, ആശുപത്രി ഗർഭാശയ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ, ഉദരാശയ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ, അൾസർ രോഗികൾ കർത്താവ്, അൾസർ രോഗികളെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉള്ളംകാലം മുതൽ കർത്താവ് ഉച്ചവരെ അടിപ്പഴ പോലെ വൈദാക്കാലം പോലെ ദൈവത്തിന് ശക്തി കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈശോ നാമം നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, a fair finger, soak with the precious blood, Lord infuse His Spirit, Lord infuse His Spirit of power and grace. I command you, in the name of Jesus Christ, speak to you. Praise the Lord. Thank you, Jesus. We praise you, Jesus. We love you, Jesus. പ്രിയ കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വതം ചെയ്യുന്ന കർത്താവെ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അനേകം മക്കള് ഇപ്പോഴും ലൈനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലക്ക് ഞങ്ങളെ ലൈനിൽ കിട്ടുന്നുണ്ട്, ചിലക്ക് കിട്ടുന്നില്ല. കിട്ടാത്തവർക്ക് സങ്കടവും വിഷമമുണ്ട്. അവിടെ സങ്കടവും വിഷമം കർത്താവ് അങ്ങ് അവിടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അവർക്ക് അടയാളം കൊടുക്കണം. രോഗികൾ സൗഖ്യപ്പെടണം. ജീവിത മണ്ഡലങ്ങളിലും ജോലി കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും വിഷം അനുഭവിക്കുന്നവരും ഗർഭിണികളും മക്കളില്ലാത്തവരും കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ജീവനോടെ കൃപാസനത്തിൽ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുനാമത്തിൽ ഹൃദയം സമാധാനം അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ പലതര കാരണങ്ങളാൽ ജീവിതത്തിൽ വളരെ കുരുങ്ങി കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ അവർ എന്തിനെല്ലാം വേണ്ടിയാണ് വേദന അനുഭവിക്കുന്നത്, ആ ഭാരങ്ങളെല്ലാം അത് മാറുകയും കർത്താവ് നിരാശ അനുഭവിക്കുന്നവരെ, സങ്കടം അനുഭവിക്കുന്നവരെ, ഈശോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ അന്തരാളം കൊള്ളുന്നവരെ എല്ലാം കർത്താവ്, ഉറക്കമില്ലാത്തവരെ, സമാധാനം അനുഭവിക്കാത്തവരെ, അസ്വസ്ഥത അനുഭവിക്കുന്നവരെ യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവത്തിന്റെ കൃപയാൽ സമാധാനം നിറയട്ടെ. ദൈവത്തിന്റെ കൃപയാൽ സൗഖ്യം നിറയട്ടെ. ദൈവത്തിന്റെ കൃപയാൽ സന്തോഷം നിറയട്ടെ. മക്കൾ ലൈനിൽ കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10,000 മക്കളെ അങ്ങ് സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈശോയെ. അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. അവിടെ സാക്ഷ്യങ്ങളല്ല യൂട്യൂബിൽ അങ്ങനെ കർത്താവെ അങ്ങ് ഞങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് ഈശോയെ. അതുപോലുള്ള അനുഭവങ്ങൾ ഇപ്പം പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്നു. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഈശോ 35 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാന ശക്തിയാൽ ഈശോ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയിലെ കൃപാസനം എടുത്ത് കർത്താവ് ഉടമ്പടി എടുത്തുപോയ മക്കളെ, ലൈറ്റ് അക്കാൻഡിൽ പ്രേയർ എടുത്തുപോയ മക്കളെ, കർത്താവ് പേര് എഫ്ബിയിലെല്ലാം കർത്താവ് പേര് റിക്വസ്റ്റ് ഇടുന്നവര്, കർത്താവ് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ അവസ്ഥകളിലും ആരാധനകളിലും ജപമാലകളിലെല്ലാം കർത്താവിന് കൃപ ചൊരിയുക. കർത്താവ് അങ്ങ് അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെല്ലാം അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുടി കൊഴിയുന്നൊരു കർത്താവ് ഉള്ളം കാലം ഉച്ചവരെ കർത്താവിന് കൃപ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലി ഇല്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, വിവാഹം കഴിച്ചവര്, പിരിയാൻ പോകുന്നവര്, മക്കളില്ലാത്തവര്, മക്കൾക്ക് വേദന ഉള്ളവര്, മക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നവര്, മറ്റു പ്രണയ ബന്ധങ്ങൾ അകപ്പെട്ട കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നവര്, സാമ്പത്തിക തകർച്ചയുള്ളവർ, വരുമാനം ഇല്ലാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, ജോലി തടസ്സമുള്ളവര്, ഈശോ വരുമാന മാർഗ തടസ്സമുള്ളവരെ എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ നീ സുഖപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോ ശരീരത്തിൽ മുഴുവനും മുള്ള പോലെ കുത്തു പോലെയുള്ള ഓരോ മുഖക്കുരു പോലെയുള്ള പാടുകൾ വീഴുന്നവരെ അങ്ങേ നിമിഷം സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്നു. കർത്താവ് ഈശോ ശരീരത്തിലെ കൊളസ്ട്രോൾ ഉള്ളവരെ, പ്രഷർ രോഗികള്, ഷുഗർ രോഗികൾ, പിസ്സഡ് രോഗികള്, കർത്താവ് ഉന്നതമായ നാമത്തിൽ സൗഖ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാദത്തിന്റെ രോഗമുള്ളവര്, ആന്തരികമായ അവയവങ്ങളിൽ കേടുള്ളവര്, കർത്താവ് ആന്തരികമായ ഗ്രന്ഥികൾ, കർത്താവ് സ്രാവമില്ലാത്തവര്, പിരിഡ്സ് ഇല്ലാത്തവര്, അണ്ടാശയത്തിൽ കർത്താവ് അന്നം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവര്, മക്കളില്ലാത്തവർ, കർത്താവ് അങ്ങനെയുള്ള എല്ലാ മക്കളെയും കർത്താവ് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. കർത്താവ് ദൈവവിളിക്ക് പോയിരിക്കുന്നവരെ, ദൈവവിളിക്ക് പോയിട്ട് അവിടെ തടസ്സമുള്ളവരെ, കർത്താവ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരും ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ശക്തി മക്കളെ ആവർത്തിക്കട്ടെ. ഈശോ നിന്റെ ഉന്നതമായ നാമത്തിലെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള അടിയുടെ പരിശ്രമങ്ങളെ പരിശുദ്ധമേ, ദേവമാതാവ്, എല്ലാ മാലാഖമാരെ, വിശുദ്ധമായ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സ്ഥലം വിറ്റുമാറാത്തവര്, വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവര്, വളർത്തു മൃഗങ്ങൾ, ആട്, കോഴി, പശു, അങ്ങനെയുള്ള എല്ലാ പക്ഷികളും മൃഗങ്ങളെയും കർത്താവ്, രോഗികള്, കർത്താവ് അതിന്റെ വരുമാനം മുട്ടിപ്പോയവര്, അതിന്റെ പേരിൽ കർത്താവ് കുടുംബത്തിൽ പട്ടിണിയുള്ളവര് എല്ലാം പ്രാർത്ഥിച്ച് കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവര്, കർത്താവ് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ, ജില്ലകളിലെ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ താമസിക്കുന്നവര്, കർത്താവ് ലോക്ക്ഡൌണിൽ അകപ്പെട്ടു പോയവര്, ജോലി ലഭിക്കും ജോലിക്ക് ആഗ്രഹിക്കുന്നവര്, കർത്താവ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങള്, കൊച്ചുമക്കളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവര്, അഡ്മിഷന് വേണ്ടി ബുദ്ധിമുട്ടുന്നവര്, നൈപുണ്യ പരീക്ഷകൾ, OIT പരീക്ഷകൾ, IELTS പരീക്ഷകൾ, അതുപോലെയുള്ള ഓരോ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഡേറ്റ് എടുത്തവര്, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവര്, എല്ലാ തരത്തിലും വിദ്യകളുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളവര്, രേഖകള്, അതുപോലെ പ്രമാണങ്ങള്, സർട്ടിഫിക്കറ്റുകള്, റേഷൻ കാർഡുകള്, അങ്ങനെ എല്ലാ എഗ്രിമെന്റുകള്, ഇതുപോലെ രേഖാപൂർവമായ തടസ്സം അനുഭവിക്കുന്നവര്, രേഖകൾ കൈ കിട്ടാത്തവര്, രേഖകൾ കൈമോശം വന്നുപോയവര്, കർത്താവ് വാർദ്ധക്യത്തിൽ വേദനിക്കുന്നവര്, ശുശ്രൂഷിക്കുന്നവര്, കർത്താവ് വാർദ്ധക്യത്തിൽ വേദനിക്കുന്നവർക്ക് മരുന്ന് എത്തപ്പെടാത്തവര്, മരുന്ന് കിട്ടാത്തവര്, മരുന്ന് ഭരിക്കാത്തവര്, കർത്താവ് ഉറക്കമില്ലാത്തവര്, കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവര്, മരണഭയമുള്ളവര്, കർത്താവ് മാനസിക രോഗമുള്ളവര് എല്ലാവരും ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ വഴക്കുള്ളവര്, വിദ്വേഷമുള്ളവര്, പരസ്പരം ഒരു കുടുംബത്തിൽ തന്നെ കർത്താവ് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റാത്തവർ, കർത്താവ് പരസ്പരം വേദനിക്കുന്നവര്, പരസ്പരം ഭക്ഷണം കഴിക്കാൻ നടക്കുന്നവര്, പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങള്, അങ്ങനെയുള്ള ഓരോ വ്യക്തികളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കണമേ. ഈശോ അങ്ങനെ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഈശോ കുംഭസാരവും കുദാസ്യവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കർത്താവ് പാവം പെരുക്കിട്ട് കർത്താവ് പലതരത്തിലുള്ള ബുദ്ധിമോശങ്ങള് കർത്താവ് ചെയ്തിട്ടുള്ള ദോഷങ്ങള്, പാപങ്ങളെല്ലാം കർത്താവ് പെട്ടുപോയിരിക്കുന്ന മക്കൾ കർത്താവ് അങ്ങ് വിശുദ്ധീകരിക്കണമേ, വിശുദ്ധമായ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ മാർഗ രോഗങ്ങള്, തിരവ്യാധികള് മാറിപ്പോട്ട് കൽപ്പിക്കുന്നു. ലോക്ക്ഡൌണിന്റെ വലിയ കാലത്ത് കർത്താവേ ഞങ്ങള് വളരെ വേദനയോടെ കടന്നു പോകുന്ന അനേകം മക്കളുടെ അവരെല്ലാം ഈശോയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്ന കർത്താവ്. ഈശോ ഓരോ കുടുംബവും ആ കുടുംബത്തിന് പ്രത്യേകമായ ഉത്തരവാദിത്വം സമയബന്ധിതമായി നിറവേറാനുള്ള ഡേറ്റുകള്, വിവാഹത്തെ ഡേറ്റുകള്, പരീക്ഷയുടെ ഡേറ്റുകള്, ഉടമ്പടി ഡേറ്റുകള്,
ചികിത്സയുടെ ഡേറ്റുകൾ, ഓപ്പറേഷൻ ഡേറ്റുകൾ, യാത്രയുടെ ഡേറ്റുകൾ, പ്രമാണം നടക്കാനുള്ള ഡേറ്റുകൾ, ഇടപാടുകളുടെ എല്ലാ തരത്തിലുള്ള ഡേറ്റുകൾ, കർത്താവെ ഡെലിവറിയുടെ ഡേറ്റുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, മത്സര പരീക്ഷകള്, അതിൻ്റെ ഡേറ്റുകള്, അത് വരാനുള്ള ഇന്റർവ്യൂ ടെസ്റ്റ് റിസൾട്ട് വരാനുള്ള ഡേറ്റുകള്, ഈശോയെ സമയ കടികാരവുമായി നീന്തിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മയെ, പരിശുദ്ധമ്മേ, കൃപാസനം മാതാവേ, വ്യത്യസ്തങ്ങളായ ഡേറ്റുകളിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഡേറ്റുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തിലെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, ബാങ്കിൽ കടം വന്നു പോയവര്, സ്വകാര്യ വ്യക്തികൾ കടം വന്നു പോയവര്, ഈശോയെ വീടില്ലാത്തവര്, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര്, വീട് വെക്കാൻ അപേക്ഷ കൊടുത്തവര്, ഈശോയെ വീട് പകുതി കെട്ടിയിട്ട് പിന്നെ കെട്ടാൻ പറ്റാതെ വന്നവര്, മരണം സംഭവിച്ച കുടുംബങ്ങള്, വേദനയെ പിടയുന്ന രീതിയിൽ രോഗികളായ ഉള്ളവരുടെ കുടുംബങ്ങള്, ഈശോയെ അങ്ങനെയുള്ള ഓരോ കുടുംബങ്ങൾ കർത്താവെ, ബദ്ധ വൈരാഗ്യത്തിരിക്കുന്ന കുടുംബങ്ങള്, അയൽവാസികളുമായിട്ട് ഭിന്നതയും കേസുമുള്ളത് കാരണം മനസ്സ് സങ്കടം അനുഭവിക്കുന്ന കുടുംബങ്ങള്, അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലും രക്തമഴ, കർത്താവിന്റെ വിശുദ്ധ മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവെ, എല്ലാ മാലാഖമാരെ, രക്തസാക്ഷികളെ, വിശുദ്ധന്മാരെ, വേദസാക്ഷികളെ, അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് തിരുസനെ മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികള്, ആശുപത്രി കഴിയുന്നവര്, ആശുപത്രിയിൽ നിന്ന് പോരാൻ കഴിയാതെ വരുന്നവര്, ആശുപത്രി പോകാൻ പേടിയായിട്ട് അഥവാ വല്ല ചികിത്സ ഉണ്ടെങ്കിൽ കോവിഡ് വരുമോയെന്ന് പേടിച്ചിട്ട് രോഗം പറയാത്തവര്, ഈശോയെ വിശപ്പില്ലാത്തവര്, ഉള്ള വിശപ്പ് കൊണ്ട് കർത്താവെ വിശക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അൾസർ മൂലം ശരീരം വേകുന്നവര്, വെന്ത് നീറുന്നവര്, പീർത്തു വരുന്നവര്, ഉറക്കമില്ലാത്തവര്, കർത്താവ് ഭ്രാന്തിന്റെ അസുഖമുള്ളവര്, മാനസിക രോഗികള്, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വിശ്വാസം നഷ്ടപ്പെട്ടവര്, പ്രാർത്ഥിക്കാൻ കഴിയാത്തവര്, ആത്മാവിന് വാദം വന്ന പോലെ കർത്താവെ വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാതെ ആത്മീയമായി തളർന്ന് കിടക്കുന്നവരെ കർത്താവെ, അത് തലിത്ത ഭൂമി എന്ന് പറഞ്ഞു കർത്താവെ, ബാലിക എഴുന്നേൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ, മൃതരെ കർത്താവെ ഉയർപ്പിച്ച കർത്താവെ, നിന്റെ വലത് കൈ, ആണിപ്പെടുത്താറുന്ന വലത് കൈ, അത്ഭുത കരങ്ങള്, മനസ്സ് തളർന്നവരെ സ്പർശിക്കണമേ, ഹൃദയം തകർന്നവരെ സ്പർശിക്കണമേ. കർത്താവ്, കിടന്നു പോയവരെ കർത്താവെ, ഇനി ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, ഞാൻ ഒന്നുമില്ല, ഓരോരുത്തരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് മരവിച്ചു പോയവര് കർത്താവെ, മനസ്സ് മരവിച്ചവര്, ശരീരം മരവിച്ചവര്, ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ലാത്തവര്, ശാരീരിക ബന്ധം പോലും ഇല്ലാത്തവര്, മാനസികമായി അകന്ന് കഴിയുന്നവർ കർത്താവ്, കുടുംബങ്ങളിൽ ഗ്രൂപ്പുള്ളവർ കർത്താവ്, പലരും കർത്താവ് ഓരോരോ കാര്യങ്ങൾ ജയിക്കാനും നേടിയെടുക്കാനും വേണ്ടി കർത്താവ് പലപ്പോഴും മത്സരത്തിൻ്റെയും ഭീഷണിയുടെയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ച് കുടുംബത്തിലെ കർത്താവ് തകർന്ന് തരിപ്പണമാക്കുന്നു. ഈ കുടുംബം നശിച്ചാലും ഒരിക്കലും ചൊക്കുമില്ല എന്ന് വിചാരിച്ച കർത്താവ്, അങ്ങ് മൃഗീയമായി നരകീയമായി ചിന്തിക്കുന്നവർ കർത്താവ്, അതുപോലെ തന്നെ വ്യക്തികളെ കൊണ്ട് പേടിക്കുന്നവർ, വ്യക്തികളെ ഫോൺ വിളിക്കുമ്പോൾ പേടിക്കുന്നവരുടെ കർത്താവ്, വ്യക്തികൾ സംസാരിക്കുമ്പോൾ പേടിക്കുന്നവർ കർത്താവ്, ഇങ്ങനെ ഓരോ തരത്തിലുള്ള പേടികൾ, ഭയങ്ങൾ കർത്താവ്, ഒരു കാരണവശാലും ഗർഭം ധരിക്കാത്തവര്, ഗർഭം ധരിച്ച പെട്ടെന്ന് അലസിപ്പോകുന്നവര് കർത്താവെ, ആ കുഞ്ഞ് ഉദരത്തിൽ പൂണ വളർച്ച എത്താതെ തന്നെ കർത്താവെ പലതരത്തില് അബോട്ടായി പോകുന്നവര് കർത്താവെ, വർഷങ്ങളായിട്ട് വിവാഹ തടസ്സം വരുന്നവര്, വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള വഴക്കുകള്, കേസുകള്, അകൽച്ചകളിൽ കഴിയുന്നവർ, വ്യവഹാരങ്ങൾ കഴിയുന്നവര്, സാമ്പത്തിക കടങ്ങളിൽ മുങ്ങിപ്പോയൊരു കർത്താവ്, 2 പ്രളയങ്ങളും കോവിഡും അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംസ്ഥാനത്തെ കടന്നു പോയപ്പോഴ് സാമ്പത്തികമായി തകർന്നു പോയവര്, തൊഴിൽ നഷ്ടപ്പെട്ടവര്, കന്നുകാലികൾ നഷ്ടപ്പെട്ടവര് കർത്താവ്, വീട്ടിൽ ജീവിക്കുന്ന കോഴി പോലെയുള്ള അവസ്ഥ, ആയിരക്കണക്കിന് തറാവര നഷ്ടപ്പെട്ടവര് കർത്താവ്, പശുവിന് നഷ്ടപ്പെട്ടവര്, ഇന്നും കർത്താവ് ഒന്നും കിട്ടാതെ വേദനിക്കുന്നവര്, അതിൻ്റെ പേരിൽ സാമ്പത്തികമായി തകർന്നു പോയവര്, മനസ്സിടിഞ്ഞു പോയവര് കർത്താവെ, കുടുംബത്തിലും ചുറ്റുവട്ടങ്ങളിലും എപ്പോഴും എല്ലാ കാര്യങ്ങളും വെള്ളം നിൽക്കുന്നവര്, നീന്തിക്കയറുന്നവര്, അതിൻ്റെ പേര് കാലഴുകിയവര്, ചൊറിഞ്ഞ് പൊട്ടുന്നവര്, അലർജി രോഗികളെ കർത്താവ് യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തില്
സഭയുടെ അധികാരത്തിൽ കർത്താവെ അങ്ങ് മക്കൾക്ക് വേണ്ടി ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, പഠിക്കുന്ന മക്കളെ, വിദേശങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പഠനത്തിന് ട്രൈ ചെയ്യുന്നവർ കർത്താവെ, വിദേശ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടവരെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവ് ഇരുട്ട് മൂടിയ കുടുംബങ്ങളെ, കർത്താവ് മനസ്സ് നീറിപ്പോകുന്നവരെ, മനസ്സ് ഇടിഞ്ഞു പോയവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബങ്ങളും ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും സൗഖ്യപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വളരെ ഏകാഗ്രതയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് ഈ പ്രാർത്ഥന കൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ വളരെ ഗൗരവമായിട്ട് മക്കളോട് പറയണത്. സന്തോഷമായിട്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. എന്നോട് പ്രാർത്ഥനാ സഹായം ദൈവനാമത്തിൽ ആവശ്യപ്പെട്ട അനേകം മക്കളുണ്ട്. കൃപാസ്ഥാനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ആവശ്യമാണ് ദുരന്തമുണ്ടാകാൻ പോകുമ്പോഴേ പ്രാർത്ഥിക്കണമെന്നുള്ളത്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ജോലി സംബന്ധമായ ദുരന്തങ്ങൾ, രോഗസംബന്ധമായ ദുരന്തങ്ങൾ, വേറെ ഒത്തിരി തരത്തിലുള്ള മനസ്സിൻ്റെ തകർച്ച ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള മക്കളെ കർത്താവ് അമ്മയുടെ ആവശ്യപ്രകാരം പ്രാർത്ഥനയ്ക്ക് അഭയം പ്രാപിച്ചിരിക്കണം. അമ്മേ, ദൈവനാമത്തെ മഹത്വത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഞാനിവിടെ രോഗങ്ങളെ യേശുവിന്റെ നാമത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മ ദേവമാതാവിന്റെ മധ്യസ്ഥത്തിൽ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി, മഹത്തായ സാക്ഷ്യ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഈ മക്കളുടെ മുഴുവൻ കണ്ണീരിന് കർത്താവിന് കൃപയായി മാറട്ടെ. കർത്താവ്, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരും ആർക്കെങ്കിലും കർത്താവ് ഗ്രൂപ്പായിട്ട് വിളിച്ചപ്പോൾ കിട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ, അതിന് സങ്കടം അവർക്കുണ്ടെങ്കിൽ, രോഗം അവർക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക കടങ്ങളുണ്ടെങ്കിൽ, കല്യാണം ഒത്തുവരാത്തവരുണ്ടെങ്കിൽ, മക്കളില്ലാത്തവരുണ്ടെങ്കിൽ, ജോലി ഇല്ലാത്തവരുണ്ടെങ്കിൽ, വീടില്ലാത്തവരുണ്ടെങ്കിൽ, വിവാഹത്തോരാത്തവരുണ്ടെങ്കിൽ, കർത്താവ് മക്കളില്ലാത്തവരുണ്ട്, കർത്താവ് വീടില്ലാത്തവരെ, കർത്താവ് അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ജോലി സ്ഥിരമായിട്ടില്ലാത്തവരെ, കർത്താവ് സാമ്പത്തിക കടങ്ങളുള്ളവരെ, പലതരത്തിൽ വേദനിക്കുന്നവരെ, ഈശോ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോ അവരെല്ലാം സ്പർശിക്കണ കർത്താവ്. വിവിധങ്ങളായ വിഷയങ്ങൾ, കർത്താവ് മാരകമായ രോഗങ്ങൾ, ഓപ്പറേഷന് വേണ്ടി കഴിഞ്ഞവരെ, ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് നിശ്ചയിച്ചവരെ, പരീക്ഷ തോറ്റുപോയവരെ, പരീക്ഷ എഴുതാൻ പോണവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, ഈശോ അവരെല്ലാം സ്പർശിക്കണമേ കർത്താവ്. ദൈവത്തിന്റെ വലിയ ശക്തി ആ മക്കളിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മക്കളെ ആശീർവദിക്കുന്നു, മക്കളെ സുഖപ്പെടുത്തുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഈ ലൈനിൽ അനേകം മക്കൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിലുള്ള ജോലിക്ക് വേണ്ടിയും, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയും, വിദേശ ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം വെച്ച് കൂടുന്നു, അതെല്ലാം ജോലി സംബന്ധ വിഷയങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ വിഷമതകളെയും, ജീവിതം മാന്യമായ മനുഷ്യനെ മാന്യമായി ജീവിക്കാൻ ആവശ്യമായ ശമ്പളത്തോടു കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ ജോലി ലഭിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ മക്കളെ എല്ലാവരെയും, ലോകം മുഴുവൻ നിന്നും കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുകയാണ്. അവിടെ ജോലി, അവിടെ മക്കളുടെ ജോലി കർത്താവ്, അതുപോലെ തന്നെ സാമ്പത്തികമായ കടങ്ങൾ, ഈശോയെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ, സുറ്റബിളായിട്ടുള്ള സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നൈപുണ്യ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർ കർത്താവ്, ആ പരീക്ഷ എഴുതിയിട്ട് അതിനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ പാളിപ്പോയെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർ, ഇങ്ങനെ രോഗികൾ, അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എന്നോട് ഈ സമയം മുഴുവൻ ദൈവത്തെ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഓരോ മക്കളും പറഞ്ഞ, ഓരോ രാജ്യങ്ങളിലിരുന്ന് പറഞ്ഞ ഓരോ വിഷയങ്ങളും കർത്താവെ, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്നും കർത്താവെ സംസാരിച്ച മക്കൾ കർത്താവെ, അവളുടെ രോഗങ്ങൾ കർത്താവെ, അങ്ങനെ തിരുസേനയെ സൗരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനത്തെ അൾത്താരിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ പരിശുദ്ധമ്മ ദേവമാതാവെ, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ കർത്താവ് നിന്റെ നാമത്തിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ അമ്മയുടെ അഭ്യർത്ഥന പോലെ, സൂചന പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇപ്പോഴും ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളും ഇപ്പം ലൈനിൽ പരിശുദ്ധ അമ്മയുടെ ആൾത്താറിലേക്ക് അഭയം പ്രാപിച്ചൊരു പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, 1987 മുതൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള കോടാനുകൂടി ജപമാലകൾ, അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് കുർബാനകൾ, അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആരാധനകളെല്ലാം ഇപ്പോഴും എന്നോട് കർത്താവ് അമ്മയുടെ മധ്യത്തിൽ പ്രാർത്ഥനാ സഹായം, ശാരീരികമായ രോഗങ്ങൾക്കും ജോലിക്കും മറ്റ് ജീവിത അവസ്ഥകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ മക്കളുടെ മേലെ കർത്താവിന് വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. പരിശുദ്ധ നീല മേലങ്കിയാൽ നിന്നെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.